CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അങ്ങനെ ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് FC ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആശ്വാസം നൽകുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. അതേ ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരത്തിന്റെ കോൺട്രാക്ട് നീട്ടിയെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഏതായാലും ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് FCയോടനുബന്ധിച്ചുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള അപ്ഡേറ്റുകൾ മാത്രമാണ്. അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടി ശ്രമിക്കുക. ജനുവരി ട്രാൻസ്ഫർ വിൻഡോയ്ക്ക് മുമ്പായി ചില താരങ്ങളുടെ കരാർ പുതുക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് FC ശ്രമിക്കുന്നു എന്ന റിപ്പോർട്ട് നേരത്തെ തന്നെ പുറത്തു വന്നതായിരുന്നു. അതുപ്രകാരം യുവതാരമായിട്ടുള്ള നവോച്ച സിംഗിന്റെ കരാർ കഴിഞ്ഞ ദിവസം കേരള ബ്ലാസ്റ്റേഴ്സ് FC 2025 നിന്നും 2028 വരെ നീട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ മറ്റൊരു യുവതാരത്തിന്റെ കരാർ കൂടി നീട്ടിയിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് FC. യുവതാരം കോറോ സിംഗിന്റെ കരാറാണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. നേരത്തെ 2026 വരെ ആയിരുന്നു താരത്തിന്റെ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുമായുള്ള കരാർ. ഏതായാലും ഈ ഒരു കരാർ 2029 വരെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് FC ദീർഘിപ്പിച്ചിട്ടുള്ളത്. ക്ലബ്ബ് നിലവിൽ മോശം ഫോമിലൂടെയാണെങ്കിലും കോറോ സിംഗിന് പുതിയ കരാർ നൽകിയത് ബ്ലാസ്റ്റേഴ്സിന് ഗുണകരമാവുന്നതെന്ന് തന്നെയാണ് ഞാനും കരുതപ്പെടുന്നത്. ഈ ഒരു സീസണിൽ ബ്ലാസ്റ്റേഴ്സിനായി അരങ്ങേറ്റം നടത്തിയ 18-കാരൻ മികച്ച പ്രകടനമാണ് ഇതുവരെയായിട്ടും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പിച്ചിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. അതേസമയം മറ്റൊരു യുവതാരം ക്വാമി പെപ്പറുടെ കരാർ ദീർഘിപ്പിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് FC ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു ചർച്ചയുടെ അനുകൂല നിലപാടല്ല താരം സ്വീകരിച്ചിട്ടുള്ളത്. താരവുമായി കരാർ ദീർഘിപ്പിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനിയും അവസരമുണ്ടെങ്കിലും താരം ഇതുവരെ കരാർ പുതുക്കാൻ തയ്യാറായിട്ടില്ല. നമുക്കറിയാം ഈ ഒരു സീസണിൽ ഒരുപാട് പ്ലേയിങ് ടൈം ഒന്നും പെപ്പർക്ക് ഇതുവരെയായിട്ടും ലഭിച്ചിട്ടില്ല. അത് കാരണം തന്നെയായിരിക്കും താരം ഇതുവരെയായിട്ടും ക്ലബ്ബുമായി കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാത്തത്. ഇതേ സാഹചര്യം തന്നെയായിരുന്നു സൗരവ് മണ്ടേലിനും. അദ്ദേഹത്തിന് ഈ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FCക്ക് വേണ്ടിയിട്ട് പിച്ചിൽ തന്നെ ഇറങ്ങാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു താരത്തെ ലോണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോകുലം കേരള എന്ന ടീമിലേക്ക് വിട്ടിട്ടുള്ളത്. ഇനി ഏതായാലും അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തതിനു ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ സൂപ്പർ താരമായിട്ടുള്ള കോറോ സിംഗ് പറഞ്ഞ കാര്യങ്ങളാണ്. ഏതായാലും കോറോയുടെ വാക്കുകൾ ഇപ്രകാരമാണ്: ഒരു ഫുട്ബോൾ കളിക്കാരൻ എന്ന നിലവിലുള്ള എന്റെ വളർച്ചയെ ക്ലബ്ബ് വളരെയധികം പിന്തുണച്ചിട്ടുണ്ട്. ഞാൻ വളരെ നന്ദിയുള്ളവൻ തന്നെയാണ്. അതിൽ ഒരു കരാർ വിപുലീകരിക്കുന്നതിൽ ഒപ്പുവെച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷവുമുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കൊരു വലിയ പദവിയാണ് ബ്ലാസ്റ്റേഴ്സിൽ ലഭിച്ചിട്ടുള്ളതും. ഈ ഒരു ക്ലബിനും അതിന്റെ അവിശ്വസനീയമായ ആരാധകർക്കും വേണ്ടി കളിക്കുന്നതിൽ ഞാൻ വളരെയധികം സന്തോഷവാനാണ്. ഏതായാലും ഈ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തതിനു ശേഷം ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരമായിട്ടുള്ള കോറോ സിംഗ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഏതായാലും അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു കരാർ പുതുക്കിയതിനു ശേഷം ബ്ലാസ്റ്റേഴ്സിന്റെ ST ആയിട്ടുള്ള കരോലിസ് പറഞ്ഞ കാര്യങ്ങളാണ്. ഏതായാലും കരോലിസ് പറഞ്ഞിട്ടുള്ളത് ഇപ്രകാരമാണ്: ഞങ്ങൾക്കൊപ്പം ചേർന്നതിന് ശേഷം കഴിഞ്ഞ 18 മാസങ്ങളിൽ കോറോ സിംഗ് മികച്ച പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആ ഒരു മികച്ച പെർഫോമൻസ് ഞാൻ വളരെയധികം ഹാപ്പിയുമാണ്. കൂടാതെ തന്നെ ഇന്ത്യയിൽ തന്നെ മികച്ച ഒരു കളിക്കാരനാവാൻ അദ്ദേഹത്തിന് നല്ല രീതിയിലുള്ള ടാലന്റുമുണ്ട്. ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, വിനീതമായ സമീപനമാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഒരു ക്ലബ്ബ് എന്ന നിലയിൽ അവനെ കൂടുതൽ വികസിപ്പിക്കാൻ എന്ത് സഹായവും ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും. ഏതായാലും ഈ കാര്യങ്ങളൊക്കെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായുള്ള കരോലിസ് കിങ്കിസ് ഈ ഒരു കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തതിനു ശേഷം കോറോ സിംഗ് എന്ന താരത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഈ ഒരു നീക്കം ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്നും ഒരു മികച്ച നീക്കമായിട്ടാണ് ഞാൻ കരുതപ്പെടുന്നത്. കാരണം രാഹുൽ KPയേക്കാൾ കൂടുതൽ ഏറ്റവും നല്ല രീതിയിൽ ആ റൈറ്റ് വിങ്ങിൽ മികച്ച പ്രകടനം നടത്താൻ കൽപ്പുള്ള താരമാണ് കോറോ സിംഗ് എന്നുള്ളത്. ഏതായാലും ഇതിനെല്ലാം കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ കമന്റായി രേഖപ്പെടുത്തുക. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ ISLനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സ് FC കുറിച്ചുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടി ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുമായി ഞാൻ വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.